ഹലോ ഗൈസ്, ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്ന ആശ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗപ്പി അമ്പിളി സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത ആളുടെ സിനിമ. അതേപോലെ ഇന്ദ്രൻ സേട്ടനുണ്ട്, ജോമോൻ ജ്യോതിറുണ്ട്, ശോഭി തിലകനുണ്ട്. ഇവരൊക്കെയാണ് ഇതിൽ പെർഫോം ചെയ്തേക്കുന്നത്. അപ്പൊ നേരെ സിനിമയിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയാണ്. ഇതിനകത്ത് മറ്റൊരു സിനിമ നടക്കുന്നുണ്ട്. ഇത് പോരാതെ മൂന്നാമതൊരു സിനിമ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. എനിക്ക് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടപ്പോൾ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത, അവിടെ ഇവിടെ തമാശയൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫീൽ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ്, എസ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സിൽ ഒരു 20-30 മിനിറ്റ്സ് ഉണ്ട്. അത് ഭയങ്കര വെറുത്തായിരുന്നു. അതിനുവേണ്ടി മാത്രം വേണേൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റും എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം അത്രയ്ക്ക് എനിക്ക് ആ ഒരു പോർഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നൈസായിരുന്നു, ഭയങ്കര ഇമോഷണൽ. ഇപ്പൊ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ നൈസായിരുന്നു, അതേപോലെ ജോമോൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് വേറെ ലെവൽ പരിപാടിയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് സിനിമയ്ക്കകത്ത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ആ സിനിമയ്ക്കകത്ത് സിനിമയുടെ ഷൂട്ടിംഗ് അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് അതും കാണാൻ പറ്റും, ലൈക്ക് അതിന്റെ ഔട്ട്പുട്ടും കാണാൻ പറ്റും. അങ്ങനെ ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ സെക്കൻഡ് ഹാഫ് വൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് എല്ലാവർക്കും പറ്റുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെ പബ്ലിക് ആയിട്ട് ഒരു ഒപ്പീനിയൻ ഞാൻ പറയണില്ല. എനിക്ക് ഇമോഷണലി ഇത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ സിനിമ അല്ലെങ്കിൽ സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന സ്ട്രഗിൾ, ഇതൊക്കെ ഇതിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കണ്ടുപോകാം. ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പക്ഷെ ആരും ഈ ഫൺ അല്ലെങ്കിൽ ഭയങ്കര ആർത്തുല്ലസിച്ച് ചിരിക്കാനുള്ള ടൈപ്പ് ഓഫ് സാധനം അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ആവില്ല. അതല്ല, നല്ലൊരു സിനിമ, അത് ഇമോഷണലിയൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവുന്ന നല്ലൊരു സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കിട്ടും. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്തേക്കും. ഓക്കെ, ബൈ.